നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് മൂർത്തി മുത്തശ്ശനും വസ്തുനും മുത്തശ്ശനും കൂടെ സംസാരിക്കണം. അപ്പം മുത്തശ്ശി കുറച്ച് നാൾക്ക് ശേഷമാണ് അനന്തപുരി വീട്ടിലേക്ക് വരുന്നത്. അപ്പം മുത്തശ്ശിയുടെ ബന്ധുക്കാരുടെ ഒക്കെ വീട്ടിൽ പോയേക്കുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അനന്തപുരി നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയണേ. കമ്പനി ഇപ്പം നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഒരു തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. ഇങ്ങനെ പോയിട്ടുണ്ട് എന്താവൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ മുത്തശ്ശനുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ സംസാരിക്കണ സമയത്ത് മുത്തശ്ശിയോട് പറഞ്ഞു, അല്ല നിനക്കറിയാലോ വസുന്ധരെ, എന്റെ കൂടെ നീ കൂടിയിട്ട് എത്രയോ വർഷങ്ങളായി. ഇന്ന് വരെ ഇതുപോലെ ഒരു ടെൻഷന് ഞാൻ അനുഭവിച്ച് നീ കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കണം. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞില്ല, അതാ എനിക്ക് മനസ്സിലാകത്തെ. അതെ, ഞാൻ കമ്പനി നോക്കിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിലും ആദർശ് ഇത്രയും കാലം നോക്കി. പക്ഷെ ഇന്ന് വരെ കമ്പനിക്ക് ഒരു കോട്ടോ സംഭവിച്ചിട്ടില്ല. ഓരോ ദിവസം വെച്ചിട്ട് കയറ്റമല്ലാതെ ഒരിക്കലും ഒരു നഷ്ടങ്ങളും കാര്യങ്ങളും ഒന്നും സംഭവിച്ചിട്ടില്ല. ആദർശ് എന്നെ പോലെ തന്നെ എന്നെക്കാളും നല്ല കഴിവുള്ള മിടുക്കനാന്നായിരുന്നു ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആയിരുന്നാനും. അതുകൊണ്ടാണല്ലോ ജയനും അജയനും ഒക്കെ കമ്പനി കാര്യങ്ങൾ കൊടുക്കാതെ ഞാൻ ആദർശിനെ ഏൽപ്പിച്ചേ. മുത്തശ്ശി പറഞ്ഞു, ഇതിപ്പം ആദർശിന്റെ കുഴപ്പമാണോ? ആദർശിന്റെ പ്രശ്നമല്ല. നമ്മളെ തകർക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. ആരോ ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ട്. അതാരാ എന്താന്ന് അറിയത്തില്ല വസുന്ധരെ. നമ്മുടെ തകർച്ചയാണ് അവരുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാ അവരീ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞു. വസുന്ധര മുത്തശ്ശി പറഞ്ഞു, ഇതിപ്പോ ആരാ എന്താന്നും അറിയത്തില്ല. അതെ, ആരാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ആരാ എന്താന്ന് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജൂവലറെ തകർച്ചയിൽ നിന്ന് നമുക്ക് കരകയറ്റാൻ പറ്റുള്ളൂ. പോരാത്തേന് ഇപ്പൊ എന്തിനു വേദന കൂട്ടായിട്ട് ആ ഏൺ ജൂവലറിക്കാരുടെ കൂടെ നവ്യുണ്ടല്ലോ. മുത്തശ്ശി പറഞ്ഞു, അവൾക്ക് എത്ര കിട്ടിയാലും അവള് പഠിക്കില്ല. ഹബിയുടെ വാക്കുകൾ കേട്ടിട്ട് അവളിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നേ. പോരാത്തേന് ഹബിയും ജലജ ഉണ്ടല്ലോ അവളെ എഴുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാന്. അത് കേട്ടപ്പോ മുത്തശ്ശൻ പറഞ്ഞു, അതെ, എത്ര വരെ പോന്നു നോക്കട്ടെ, എന്നിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എന്നൊക്കെ പറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ദേവേനി അബിയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും അബി ഫോണിലൊക്കെ നോക്കി വലിയ ആസ്വദിച്ചിരിക്കുമായിരുന്നു. ദേവേനിച്ചു, നിനക്കെന്താടാ ഒരു പണിയില്ലേന്ന് ചോദിച്ചു. അയ്യോ, അത് പിന്നെ അമ്മായി, ഇപ്പോഴാണ് ഞാൻ എന്റെ കുറച്ച് പണികളൊക്കെ തീർത്തിട്ട് വന്നേ. അതെ, അങ്ങനെ നീ ഇവിടെ സുഖിച്ചിരിക്കണ്ട, ഇങ്ങോട്ട് വാ, നിനക്ക് കുറച്ച് പണികളുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അബി പറഞ്ഞു, അമ്മായി ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരുന്നോട്ടെ. നീ അങ്ങനെ ഇപ്പൊ ഇവിടെ ഇരുന്ന് സൂഹിക്കണ്ടടാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വന്നാ മതി. നിനക്ക് പ്രത്യേകിച്ച് ഇവിടെ പണികളൊന്നും ഇല്ലല്ലോ. അമ്മായി, അത് പിന്നെ ഈ നവ്യയുടെ മുന്നിലിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യിക്കുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഓ, അങ്ങനെയാണോ? അതെ, നീ കൂടുതൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ചന്തുമോളുടെ കാര്യം നിന്നോട് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ തന്നെ വേണം ചന്തുമോളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അത് കേട്ടപ്പോ അഭി പറഞ്ഞു, അമ്മായി, അത് പിന്നെ അവിടെ ഉള്ള സമയത്ത് ഞാൻ ആ ചന്തുമോളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അത് പ്രശ്നം ആവത്തില്ലേന്ന് ചോദിച്ചു. ഒരു പ്രശ്നം ആവത്തില്ല, തൽക്കാലത്തേക്ക് ഞാൻ പറയുന്ന നീ ഇങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് നേരെ ദേവേനി അവനെ വിളിച്ചോണ്ട് അടുക്കളയിലേക്ക് വരുവാണ്. ആ സമയത്ത് ജലജ അടുക്കളയില് പാചകത്തിലായിരുന്നു. പിന്നീട് അബിയോട് പറഞ്ഞു, ദേ നിന്റെ അമ്മ അടുക്കളയിൽ കിടന്ന് കഞ്ഞിയും കറിയൊക്കെ വെക്കുന്നുണ്ട്, നീയും കൂടെ അമ്മയുടെ കൂടെ കൂടിക്കോളാൻ പറയണ. ഞാൻ അടുക്കളയിലോ കഞ്ഞിയും കറിയും വെക്കാനോ? എന്താടാ നിനക്ക് അതിന് പറ്റില്ലെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ അങ്ങനെയാണൊരു കാര്യം ചെയ്യാം, നവ്യയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. നീയാണ് നവ്യനെ ഇളക്കി വിടുന്നെന്നുള്ള കാര്യം എനിക്കറിയാം. അയ്യോ അമ്മായി, ഞാൻ അവളോട് എന്തേലും പറഞ്ഞ അവളൊന്നും അനുസരിക്കില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അവള് പരസ്യത്തിലൊന്നും അഭിനയിക്കാൻ പോകുന്നേ. അവളോട് ഞാൻ എത്ര പറഞ്ഞെന്നറിയോ, വേണ്ട, ഈ കുടുംബത്തിന് ചേരുന്ന കാര്യമല്ലെന്ന്. പക്ഷെ അവള് പറയുന്ന അവൾക്ക് പൈസ വേണമെന്ന് പറയുന്നേ. ഇപ്പൊ എനിക്കും ജോലിയൊന്നും ഇല്ലല്ലോ അമ്മായി, അതുകൊണ്ട് വേറെ വരുമാനം ഒന്നും ഇല്ലാത്തോണ്ട് അവള് പറയുന്നത് അവൾക്ക് പണം വേണമെന്നാ പറയണേ. എടാ, നീ കൂടുതൽ എന്റെ അടുത്ത് കിടന്ന് കളിക്കൊന്നും വേണ്ട. നിന്റെ നാടക അഭിനയമൊക്കെ നിന്റെ മനസ്സിൽ വെച്ചാ മതി. പറയുന്ന ജോലി നല്ല വ്യക്തമായിട്ട് നീ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ദേ അറിയാലോ, ഇന്നിവിടെ എല്ലാവർക്കും വ്രതമാണ്. വ്രതത്തിനനുസരിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ വേണം. നോയമ്പ് തെറ്റാൻ പാടില്ല എന്ന് പറയണ. ഇറച്ചി മീനൊന്നും പാടില്ല, പച്ചക്കറികളൊക്കെ പാടുള്ളൂ. അതുകൊണ്ട് നീ കൂടെ ചേർന്നിട്ട് ജലജയെ സഹായിക്കാൻ പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ടേക്ക് പോയി. കാരണം ആദർശ് ദുബായിക്ക് പോവാണ്. ദുബായിക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ദുബായിക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് ഡീലിന് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുവേണ്ടി വീട്ടിൽ കുറെ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളതുകൊണ്ടാണ് പച്ചക്കറികളൊക്കെ. അപ്പൊ ഇറച്ചിയും മീനും മുട്ടയൊന്നും പാടില്ല. അങ്ങനെ എന്ത് ചെയ്തു, അബി അവിടെ ജലജയോടൊപ്പം പാചകം ചെയ്യാൻ തുടങ്ങി. അബിക്കാണ് നല്ല ദേഷ്യമായിരുന്നു. അബി പച്ചക്കറിയൊക്കെ അരിയണ സമയത്ത് ജലജ പറഞ്ഞു, എന്ത് ചെയ്യാനാ, നിന്നെ ഈ അവസ്ഥയിൽ എനിക്ക് കാണണ്ട വന്നല്ലോ. എടാ, നിന്റെ കയ്യിലിരിപ്പുണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇപ്പൊ എന്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ, നീ ഒറ്റ ഒടുത്തിൽ എല്ലാത്തിനും കാരണം. അബി പറഞ്ഞു, എന്റെ അമ്മേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഓർത്ത ഇത് ഇങ്ങനെ ഒരു വെട്ടിലാവൂന്ന്.
എന്ത് ചെയ്യാനാ, ആ ചന്തു എന്ന് പറയുന്ന പെങ്കൊച്ചു ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്കിനി ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാവും തോന്നില്ല. എടാ, നീ കാരണം ഞാനും കൂടി ഇപ്പൊ പെട്ടിരിക്കുന്ന, ഇല്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലെന്നൊക്കെ ജലത പറഞ്ഞു. പിന്നീട് അബി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അബി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് അബി പറഞ്ഞു, അമ്മേ വെറുതെ വാന്നല്ലേ പറഞ്ഞു ഇവിടെ എല്ലാരും. അതെ, അങ്ങനെയാണ് ഒരു പണി കൊടുത്താലോ? എന്ത് പണി? ഇവിടെ കുറച്ച് മുട്ട ഇരിപ്പുണ്ട്, അവയില്ലാത്തേക്ക് ആ മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക, എല്ലാത്തിനും വെറുതെ അങ്ങോട്ട് മുടങ്ങട്ടെ എന്ന് പറയണം. ഇപ്പൊ ഈ കമ്പനിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഈ വ്രതവും പൂജയൊക്കെ ഇവിടെ എല്ലാരും നടത്തുന്നേ. ഒരു കാരണവശാലും ഈ ഡീല് കിട്ടാനായിട്ട് പാടില്ല. ആദർശും ഈ പറയുന്ന മൂർത്തി മുത്തച്ഛനും ഒക്കെ നാണം കിട്ടണമെന്ന് പറയണം. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, എടാ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, നിനക്കറിയാലോ. ആദർശ് കഴിവുള്ളവനാ, അവൻ എങ്ങനെ ഈ ഡീൽ ഒപ്പിച്ചെടുക്കുമെന്ന് പറയണം അമേരിക്ക കമ്പനിക്കാരുമായിട്ടുള്ള. അമ്മേ, ഇത് കിട്ടാനൊന്നും പോകുന്നില്ല. ഈ തവണ കണ്ടോ ഏൻ ജോലിയെടുക്കാലും സ്കോർ ചെയ്യും, അതെനിക്ക് ഉറപ്പാന്ന് പറയണം. അപ്പോഴേക്കും ദേവേനി വന്നിട്ട് ചോദിച്ചു, ദേ അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കണം. അപ്പോഴേക്കും അബി പറഞ്ഞു, കഴിഞ്ഞു, എന്നാ നീ ഒരു കാര്യം ചെയ്യാം, ചന്തമോൾക്കുള്ള ചോറെടുക്കാൻ പറയണം. ചന്തമോൾക്കുള്ള ചോറോ? അതെ, ചന്തമോൾക്കുള്ള ചോറെടുക്ക്. അമ്മായി ചന്തമോൾക്ക് ചോറ് കൊടുക്കാൻ പോകണം. ഞാനല്ല, നീ മോൾക്ക് കൊണ്ട് ചോറ് കൊടുക്കാൻ പറഞ്ഞു. ഞാനോ? ഞാനെങ്ങനെ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ദേവേനി പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോ അബിക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ലോ. അബി ഒരു പാത്രത്തിനകത്ത് ചോറൊക്കെ എടുത്തു. പിന്നീട് ചന്തമോളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോവാണ്. എങ്ങനെയെങ്കിലും ചന്തമോളെ കൊണ്ടുപോയി ചോറ് കൊടുക്കണം, അല്ലെങ്കിൽ താൻ പെട്ടുപോകും എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ചന്തമോളെ വിളിച്ചോണ്ട് മുറിയിലേക്ക് വന്നു. മുറി ചെന്നിട്ട് ചന്തമോൾക്ക് ചോറ് കൊടുക്കുവാണ്. ചോറ് വാരി കൊടുക്കാനൊന്നും അബിക്ക് എത്ര പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മോൾക്കാണെങ്കിൽ ചന്തുവിനാണെങ്കിൽ അത്ഭുതമായിരുന്നു അബി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ചന്തുവിന് ചോറ് കൊടുക്കുന്ന കാര്യത്തിൽ അബിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ല, ദേവേനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അബി പറഞ്ഞു, ആ കഴിക്കും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്തുവിന് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നേ. നവ്യ കാഴ്ച കണ്ടു. പെട്ടെന്ന് നവ്യ ചോദിച്ചു, എന്താടാ ഞാൻ എന്താടാ കാണുന്നതെന്ന് ചോദിക്കുക. എന്താ നവ്യ, എന്താ കാര്യം? നീ എന്തിനാടാ ഇവൾക്ക് ഈ ചോറൊക്കെ വാരി കൊടുക്കുന്നേ? അത് പിന്നെ നവ്യെ, ഇതൊരു കുഞ്ഞു കൊച്ചല്ലേ, കുഞ്ഞു കൊച്ചാണ് പോലും. നമ്മുടെ മോന് പോലും നീ ഒരു കുറുക്ക് പോലും എടുത്തു കൊടുത്ത് ഞാൻ ഇതിനായിട്ടും കണ്ടിട്ടില്ലോ. പിന്നെ നീ എന്തിനാ ഇവൾക്ക് ഇതൊക്കെ എടുത്തു കൊടുക്കണേന്ന് ചോദിച്ചു. അത് അമ്മായി പറഞ്ഞു എടുത്തു കൊടുക്കാൻ. ഓഹോ, അമ്മായി പറഞ്ഞാൽ നീ എന്തു അനുസരിക്കുമെന്ന് ചോദിച്ചു. അല്ല, അതല്ലല്ലോ നവ്യെ, കാരണം ഇവിടെ എല്ലാരും ഭയങ്കര തിരക്കില്ലല്ലേ, അപ്പൊ പിന്നെ എന്നോടൊന്നും ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ഇതൊരു കുഞ്ഞു കൊച്ചല്ലേ, കുഞ്ഞു കൊച്ച, എന്നാടാ നിനക്ക് ഇതിനോട് ഈ താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയത്? ഇവളോട് ഇത്ര സ്നേഹം ഇഷ്ടമൊക്കെ എന്ന് തുടങ്ങിയാ തോന്നി തുടങ്ങിയത്? നിനക്ക് ഈ കൊച്ചിനെ കണ്ണെടുത്താ കാണത്തില്ലായിരുന്നല്ലോ. സത്യം പറ, നിന്റെ ഈ കാട്ടായം കോപ്രായം ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാവോ? നിന്റെ മോളാണ് ചന്തു. ഇനി സത്യം പറഞ്ഞു, നിന്റെ കുഞ്ഞങ്ങാനോ ആണോ ഇവളെന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഒരു ഞെട്ടലോട് കൂടിയിട്ട് അബി നബിയെ നോക്കുകയാണ്. ആ സമയം അബിയോട് നബി പറഞ്ഞു, നീ എന്താടാ നോക്കുന്നേ? ഞാൻ ചോദിച്ച സത്യമല്ലേ? അല്ല, അത് പിന്നെ നിനക്കെന്താടാ ഒരു പരുങ്കല് പോലെ? അങ്ങനൊന്നുമില്ല നബിയെ, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നുന്നു? ഞാൻ നിന്നോട് സത്യാവസ്ഥയൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ. ആദർശേണ്ട മോളാണിത്. പിന്നെ അമ്മായി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നല്ലേ. എനിക്കും അമ്മയ്ക്കും ഒന്നും ഇവിടെ വേറെ ജോലികളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദേ മര്യാദയ്ക്ക് ഇതിവിടെ കൊണ്ട് നിർത്തിക്കണം. സ്വന്തം കുഞ്ഞിനെ എടുത്ത് അതിനെ ഒരു നേരം താലോലിക്കാനോ കൊഞ്ചിക്കാനോ നിനക്ക് പറ്റുന്നില്ല, എന്നിട്ട് കണ്ടവന്റെ കുഞ്ഞിനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുക എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ആ ചോറും പിടിച്ചു മേടിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയി. പിന്നീട് ആ ചന്തുവിനോട് പറഞ്ഞു, നാണമില്ലേ നിനക്ക്? എന്റെ ഭർത്താവ് തന്നെ വേണം നിനക്ക് വാരിത്തരാനല്ലേ, ഇറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞൊരു ദേഷ്യപ്പണമാണ്. ചന്തുമോള് വിഷമിച്ച് അങ്ങോട്ട് പോവാ. ചന്തുമോൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. അബി ആകെപ്പാടെ പെട്ടുപോയി, എന്ത് ചെയ്യണമെന്നറിയില്ലാതെ. എങ്ങാനും ഇതെങ്ങാനും കണ്ടോണ്ട് ഇനിയിപ്പം അമ്മായിയോ അല്ലെങ്കിൽ നയനയോ വന്നിട്ടുണ്ടെങ്കിൽ തീർന്നു, ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യം അറിയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ ഇന്ന് വിശേഷം വരാൻ കുറച്ച് വൈകി എന്ന് പറഞ്ഞാൽ സമയം മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നിധിയുടെ സുധീഷിന്റെയൊക്കെ വിശേഷങ്ങൾ 1 മണിക്കൂറായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് മാത്രമല്ല, വേദയുടെ വിക്രത്തിന്റെ കഥയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ആ ചാനലിനകത്തൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്ന കേട്ടോ. എന്താണെങ്കിലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ കഥകളൊക്കെ ചാനലിനകത്ത് വരുന്നതായിരിക്കും കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.